പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച നേതാവുമായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടിയേരിയെ എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നു. മണിക്കൂറുകൾ നീണ്ടു നിന്നു ആ ചോദ്യം ചെയ്യൽ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യലിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് ബിനീഷ് കോടിയേരി എന്ന് പറയുന്ന ഈ കോടിയേരി ബാലകൃഷ്ണൻ മകനെതിരായിട്ടുള്ള കുറ്റങ്ങൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരുന്നു എന്നുള്ള കാര്യം എൻ്റെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ ബിനീഷ് കോടിയേരി ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം കർണാടകത്തിലെ പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കഴിയുകയായി. അത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടൊരു കേസിലും മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ടൊരു കേസിലുമാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം കർണാടകത്തിലെ പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കിടന്നത് എന്ന് നമുക്കറിയാം. അതിനെ തുടർന്ന് അദ്ദേഹം ജാമ്യത്തിൽ പുറത്തു വന്നു. ആ പുറത്തു വന്നതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയുടെ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ആ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിലനിൽക്കുകയാണ്. അത് നിലനിൽക്കുന്ന സമയത്താണ് ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളത്ത് ഈ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചത്. ആ പശ്ചാത്തലത്തിലാണ് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് കുറ്റങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചത് എന്തൊക്കെയായിരുന്നു എന്നുള്ള കാര്യം ഈ ചോദ്യം ചെയ്യലിൻ്റെ പശ്ചാത്തലത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ശ്രമിക്കാൻ പോകും. സുഹൃത്തുക്കളെ, അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു 2020-ലോ 2021-ലോ മറ്റാണെന്ന് തോന്നുന്നു, ഈ ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചൊരു രേഖയുണ്ട്. ആ രേഖ സമർപ്പിച്ചത് രാഹുൽ സിൻഹ എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു ജോയിന്റ് ഡയറക്ടറാണെന്നാണ് ഞാൻ ഓർക്കുന്നത്, എന്നാണ് എൻ്റെ ഓർമ്മ. ആ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ബിനീഷ് കോടിയേരി ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാനിപ്പോൾ ശ്രമിക്കാൻ പോകും. ആ കസ്റ്റഡി അപേക്ഷയിൽ 6ാമത്തെ ഖണ്ഡികയിൽ ഒരു മുഹമ്മദ് അനൂപിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈ മുഹമ്മദ് അനൂപ് എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്ന് സംഘത്തിലെ ഒരു അംഗമായിരുന്നു. ആ മയക്കുമരുന്ന് സംഘത്തിലെ അംഗമായിട്ടുള്ള മുഹമ്മദ് അനൂപുമായി ബിനീഷ് കോടിയേരി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന് ഈ കസ്റ്റഡി അപേക്ഷയുടെ 6ാമത്തെ ഖണ്ഡികയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. ആ ബന്ധം പുലർത്തിയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് ബിനീഷ് കോടിയേരിയുടെ IDBIയിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഈ മുഹമ്മദ് അനൂപ് എന്ന് പറയുന്ന ഈ മയക്കുമരുന്ന് സംഘത്തിലെ അംഗത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി എന്നുള്ളത് അന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഈ ബിനീഷ് കോടിയേരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മുഹമ്മദ് അനൂപിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് അന്വേഷണത്തിൽ കണ്ടുപിടിച്ചു എന്നും അതിനെക്കുറിച്ച് ബിനീഷ് കോടിയേരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തൃപ്തികരമായിട്ടുള്ള മറുപടി നൽകാൻ കഴിഞ്ഞില്ല എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ 6ാമത്തെ ഖണ്ഡികയിൽ അസന്നിഗ്ധമായി പറഞ്ഞു. അതുപോലെ തന്നെ ബിനീഷ് കോടിയേരിയുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളും അതിൽ പറയുന്നുണ്ട്. 2012-13 മുതൽ 2018-19 വരെയുള്ള ബിനീഷ് കോടിയേരിയുടെ ബാങ്ക് അക്കൗണ്ട്, ആ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ അതിൽ പറയുന്നുണ്ട്. ആ വിശദാംശങ്ങൾ പ്രകാരം ഏതാണ്ട് 5,17 ലക്ഷം രൂപ ബാങ്ക് ഡെപ്പോസിറ്റായിട്ട് ഈ കാലഘട്ടത്തിൽ ബിനീഷ് കോടിയേരിക്ക് ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അതിൽ 1,22 ലക്ഷം രൂപയുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് മാത്രമാണ് അടച്ചിരുന്നത് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിലൂടെ കണ്ടുപിടിച്ചത് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് തൻ്റെ കയ്യിലുള്ള പണത്തിന്മേൽ പൂർണ്ണമായി ഇൻകം ടാക്സ് റിട്ടേൺസ് ബിനീഷ് കോടിയേരിക്ക് അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും കണ്ടുപിടിച്ചു. അതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഏതാണ്ട് 10,000-ഓളം ട്രാൻസാക്ഷൻസ്, ഏതാണ്ട് 10,000-ഓളം ഇടപാടുകൾ ബിനീഷ് കോടിയേരി നടത്തിയിരുന്നു എന്നും ഇത് വിശദമായി പരിശോധിക്കേണ്ടി വരും എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരുന്നു. അതിൽ 9ാമത്തെ പാരഗ്രാഫിൽ പ്രധാനമായി പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ബിനീഷ് കോടിയേരി പ്രവർത്തിക്കുന്നത് അതാണ് 9ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായി പറയുന്നത് ബിനീഷ് കോടിയേരി ബിനാമികളെ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചത് എന്നാണ് 9ാം ഖണ്ഡികയിൽ പറയുന്നത്. അതായത് ബിനീഷ് കോടിയേരിക്ക് 2 ബിനാമി കമ്പനികളുണ്ടെന്നും അതിലൊന്നിൻ്റെ പേര് റാൻഹ ഇവന്റ് മാനേജ്മെന്റ് എന്നുള്ള കമ്പനിയും 2 യൂഷ് ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ 2 കമ്പനി, ഇത് രണ്ടും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഈ രണ്ടും ബിനീഷ് കോടിയേരിയുടെ ബിനാമി കമ്പനികളായിരുന്നുവെന്നും അത് നിയന്ത്രിക്കുന്നത്
പിന്നെ മുഹമ്മദ് അനൂപ് എന്ന് പറഞ്ഞ ഈ മയക്കുമരുന്ന് സംഘാംഗം ആയിട്ടുള്ള ആളും റിജേഷ് രവീന്ദ്രൻ എന്ന് പറയുന്ന ആളുമാണ് എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ 2 ബിനാമി കമ്പനികളിലൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം ബിനീഷ് കോടിയേരി വെളുപ്പിച്ചിട്ടുണ്ട് എന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുപിടിച്ചതായി 9ാമത്തെ ഖണ്ഡികയിൽ പറയും. ഇനി 10ാമത്തെ ഖണ്ഡികയിൽ എന്താ പറയുന്നത്? 10ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഏറ്റവും ഗൗരവമായിട്ട് സംഭവം എന്ന് പറയുന്നത് ബിനീഷ് കോടിയേരി കൊക്കൈൻ ഉപയോഗിച്ചു എന്നുള്ള അത് കൊക്കൈൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മയക്കുമരുന്ന് ബിനീഷ് കോടിയേരി ഉപയോഗിച്ചു എന്ന് മാത്രമല്ല മുഹമ്മദ് അനൂപിന് ബിനീഷ് കോടിയേരി അദ്ദേഹത്തിൻ്റെ മയക്കുമരുന്ന് വ്യാപാരത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകിയെന്നും കണ്ടുപിടിച്ചു എന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നു. അതുപോലെ തന്നെ ബിനീഷ് കോടിയേരി ഉപയോഗിക്കുന്ന ബിനാമികളുടെ പേര് ഇതിനകത്ത് പറയുന്നുണ്ട്. അബ്ദുൾ ലത്തീഫ് എന്ന് പറഞ്ഞ ആളെ ഉപയോഗിച്ചുകൊണ്ട് ഓൾഡ് കോഫി ഹൗസ് എന്ന് പറഞ്ഞ കോഫി ഹൗസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അബ്ദുൾ ലത്തീഫ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയാണെന്ന് ഇതിനകത്ത് പറയുന്നത്. അവസാനമായി അവർ പറയുന്നത് പിന്നെ ബിനീഷ് കോടിയേരിയുടെ പ്രധാനപ്പെട്ട മോഡസ് ഓപ്പറാൻഡി, അയാളുടെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് ബിനാമികൾ ഉപയോഗിച്ചിട്ടുള്ളതാണെന്നും അതിൽ അൽ ജസം അബ്ദുൽ ജബ്ബാർ എന്ന് പറഞ്ഞൊരാൾ ഈ പറഞ്ഞ പോലെ വില കൂടിയ കാറുകൾ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ളതാണ് ബിനാമി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 4 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും ബിനീഷ് കോടിയേരിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കേണ്ടതാണെന്ന് പറയുന്നത്. അതിലൊന്ന് തിരുവനന്തപുരത്ത് കേശവദാസപുരത്തുള്ള കാർ പാലസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം, അതുപോലെ തന്നെ UAFX എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം, ക്യാപിറ്റോ ലൈറ്റ്സ് എന്ന് പറയുന്നൊരു സ്ഥാപനം, KK റോക്സ് എന്ന് പറഞ്ഞൊരു പാറമട. ഈ 4 കമ്പനികളുമായി ബിനീഷ് കോടിയേരിക്കുള്ള ബന്ധം അന്വേഷിക്കണം എന്നും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അവരുടെ ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ സുഹൃത്തുക്കളെ? ഈ ബിനീഷ് കോടിയേരിക്കുള്ള അധോലോക ബന്ധങ്ങൾ, മയക്കുമരുന്ന് മാഫിയായിട്ടുള്ള ബന്ധം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ, വരുമാനത്തെക്കാൾ കൂടുതൽ വരുമാനം വലിയ തോതിലുള്ള വരുമാനം, അതിന്മേൽ ഇൻകം ടാക്സ് റിട്ടേൺസ് കുറച്ച് അടച്ചിട്ടുള്ളത്, ബിനാമികളെ ഉപയോഗിച്ചിട്ടുള്ള ഉള്ള പ്രവർത്തനങ്ങൾ, ബിനാമികളെ ഉപയോഗിച്ച് കമ്പനി നടത്തൽ, ഇത്തരത്തിലൊക്കെയുള്ള അതിഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് ബിനീഷ് കോടിയേരിയുടെ മേൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചുമത്തിയിട്ടുള്ളത്. ആ കുറ്റങ്ങളെല്ലാം ചുമത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ ദിവസം ബിനീഷ് കോടിയേരിയെ എറണാകുളത്ത് വെച്ചിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചത് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബിനീഷ് കോടിയേരി ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടും വലിയ കുംഭകോണങ്ങൾ ഇയാളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. വേറൊരു വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരെയും പൊതുമണ്ഡലത്തെയും ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത്ര മാത്രമാണ് പ്രേക്ഷകരുമായി എനിക്ക് ഈ വിഷയത്തിൽ പങ്കുവെക്കാനുള്ളത്.